എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ 5 നക്ഷത്രക്കാരുടെ നിങ്ങളുടെ രാശിവശാൽ ഉള്ള ജാതക വിശകലനമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ വരുന്ന 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി മുതൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത പശ്ചാത്തലം അടിമുടി മാറിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കണ്ണീരിനും കഷ്ടപ്പാടുകൾക്കും യാതൊരു സ്ഥാനവുമില്ല. പറയാൻ കാരണം, ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും അത്യപൂർവവും ഏറ്റവും ശക്തവുമായ ഒരു യോഗം ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർക്ക് അവരുടെ രാശിവശാൽ സംഭവിക്കാൻ പോവുകയാണ്. അതാണ് ഈ പഞ്ചമഹാപുരുഷയോഗം എന്ന് പറയുന്ന ആ മഹായോഗം. നമ്മൾ മിക്കപ്പോഴും കേൾക്കാറുള്ളതാണ്, ചിലരുടെ ജീവിതം അല്ലെങ്കിൽ ചില ആളുകൾ അത് ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതം മാറി മറിഞ്ഞ് കോടികൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചു എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അറിഞ്ഞോ അറിയാതെയോ തെളിഞ്ഞു വരുന്ന ആ ഒരു മഹായോഗമാണ്. വാസ്തവത്തിൽ ഇത് നിങ്ങൾ അറിയണമെന്ന് പോലും യാതൊരു നിർബന്ധവുമില്ല. പകരം നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ചില രംഗങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ തെളിഞ്ഞിരിക്കും അല്ലെങ്കിൽ സംഭവിച്ചിരിക്കും. ഉദാഹരണമായി, പൂർവിക സ്വത്ത് നിങ്ങളുടെ പേരിൽ വന്നു ചേരുക, അല്ലെങ്കിൽ ചില അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുക. ഇതുപോലെ ചില ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ പൊടുന്നനെ സംഭവിക്കുന്നതായിരിക്കും. പറയാൻ കാരണം, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങൾ അവയുടെ സ്വന്തം രാശിയിലോ ഉച്ചരാശിയിലോ പ്രത്യേകിച്ചും കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോഴാണ് ഈ അതിശക്തമായ യോഗം ആ നക്ഷത്രക്കാരന് അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരിക്ക് രൂപപ്പെടുന്നത്. മാത്രവുമല്ല, യോഗങ്ങളിൽ വെച്ച് ഏറ്റവും കെങ്കേമമായിട്ടുള്ള യോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ രുചകയോഗം, ഭദ്രയോഗം, ഹംസയോഗം, അതുപോലെ തന്നെ മാളവ്യയോഗം, ഒന്നും കൂടെയുണ്ട്, അത് ശശയോഗം എന്നീ 5 മഹായോഗങ്ങളുടെ സംഗമമാണ്, അല്ലെങ്കിൽ ഇവർ 5 പേരും കൂടി ഒന്നിക്കുന്നതാണ് ഈ പറഞ്ഞ പഞ്ചമഹാപുരുഷയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടുകയായിരുന്നുവെങ്കിൽ ഈ വരുന്ന ജൂലൈ 10 മുതൽ അല്ലെങ്കിൽ ജൂലൈ മാസം പകുതി മുതൽ പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങുകയാണ്. ഈ യോഗ നിമിത്തം സംഭവിച്ചിട്ടുള്ള ചില ആളുകളുടെ അനുഭവങ്ങളൊന്ന് നോക്കിയാൽ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ധനം വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട്. അടഞ്ഞു കിടന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മുൻപിൽ മലർക്കെ തുറന്നു തന്നെ ഇരിക്കും. അപ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞതെല്ലാം ഈ പഞ്ചമഹാപുരുഷ യോഗം നിങ്ങളുടെ ജാതകപ്രകാരമല്ല, രാശിപ്രകാരം സംഭവിക്കുമ്പോൾ നിങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജാതകം തുറന്നു നോക്കി ജാതകത്തിൽ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യം ഇതിനില്ല. അപ്പോൾ ഈ മഹാഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന ഈശ്വരകടാക്ഷം ലഭിച്ച 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മഹാപുരുഷയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര നല്ല സമയമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെയ്യുന്ന തൊഴിലിൽ അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ, എത്ര പണം വന്നാലും അതെല്ലാം പെട്ടെന്ന് ചിലവായി പോകുന്ന സാഹചര്യം, കുടുംബത്തിൽ സമാധാനക്കുറവ് എന്നിവയൊക്കെ ഇവർ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ജൂലൈ മാസം 10-ാം തീയതി മുതൽ നിങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ തലവര ആകെ മാറിമറിയുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം ഇപ്പോൾ മുതൽ ആരംഭിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ എവിടെ പോയി തൊട്ടാലും അത് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ആ ഒരു സമയമായിരിക്കും ഇത്. സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഇതിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭം തീർച്ചയായിട്ടും വന്നു കിട്ടും. അതിപ്പോൾ ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ, വൻകിട ബിസിനസ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ സ്വദേശത്ത് നിന്നോ ഉയർന്ന കമ്പനികളിൽ നിന്നൊക്കെ വലിയ ജോലി വാഗ്ദാനങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും. മാത്രവുമല്ല, ആ ജോലിയിൽ അധികം താമസിയാതെ ജോയിൻ ചെയ്യാനും വലിയ രീതിയിലുള്ള ശമ്പള സ്കെയിലിൽ ജോലി ചെയ്യാനും സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മാസങ്ങളായിട്ടുള്ള കടബാധ്യതകൾ തീർക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വലിയൊരു തുക നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതായിരിക്കും. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനോ അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള യോഗവും
നിങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കാണുന്നുണ്ട്. ഇനി അടുത്തത് ഈ ശ്രേണിയിലേക്ക് വരുന്ന രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം. സൂര്യൻ്റെ സ്വാധീനമുള്ള കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ വളരെ സത്യസന്ധരും കഠിനാധ്വാനികളുമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഇവർക്ക് പലപ്പോഴും അവരിൽ നിന്നും തിരികെ ലഭിക്കുന്നത് വഞ്ചനയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ശകാരത്തിൻ്റെ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകളായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായി പലരും ഇവരെ ചൂഷണം ചെയ്തിട്ടുമുണ്ടാകാം. എന്നാൽ ഈ കാർത്തിക നക്ഷത്രക്കാർ ഇനി വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പറയാൻ കാരണം ജൂലൈ 10 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗമാണ് തെളിയാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത ആ നന്മകളുടെ ഫലം ഈശ്വരൻ നിങ്ങൾക്ക് തിരികെ തരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പ്രമോഷനുകൾ ഉറപ്പായിട്ടും ലഭ്യമായേക്കും. നിങ്ങളുടെ ശമ്പളം പഴയതിൽ നിന്നും വർദ്ധിക്കുന്നതാണ്. പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി, അതായത് ഒരു പ്രഭാവലയം നിങ്ങൾ പോലും അറിയാതെ ഈശ്വര കടാക്ഷമായി രൂപപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്നൊരു സാഹചര്യം സംജാതമാകും. മാത്രവുമല്ല, കോടതി കാര്യങ്ങളിലോ മറ്റോ കേസുകൾ ഒക്കെ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ പുതിയ പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കുകയും അതുവഴി വലിയ സാമ്പത്തിക ലാഭവും ഉണ്ടായിത്തീരുകയും ചെയ്യും. അതിന് അടുത്തത് മൂന്നാമതായിട്ട് ഈ ശ്രേണിയിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായി വൻ കുതിച്ചുചാട്ടം നടത്താൻ പോകുന്ന മൂന്നാമത്തെ നക്ഷത്രം മകർ നക്ഷത്രം. കേതുവിൻ്റെ ദശാകാലത്തിലൂടെയോ അപഹാരത്തിലൂടെയോ കടന്നു പോയിരിക്കുന്ന നിങ്ങൾ മകർ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് വളരെ കടുത്ത സാമ്പത്തിക പരീക്ഷണങ്ങളിലൂടെയായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, അത് കുടുംബത്തിലാകട്ടെ സ്വന്തം ആരോഗ്യമാകട്ടെ, വളരെയധികം നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വച്ചിരുന്നു. എന്നാൽ ആ ഇരുണ്ട കാലഘട്ടം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. പറയാൻ കാരണം പഞ്ചമഹാപുരുഷ യോഗം നിങ്ങൾ മകർ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. ജൂലൈ 10 ശേഷം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടും. ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും വളരെ വേഗത്തിൽ നടപ്പിലാകും. പലയിടങ്ങളിൽ നിന്നായി പണം നിങ്ങളെ തേടി വരും. നിങ്ങൾ പണ്ട് കൊടുത്ത പണം, അതിപ്പോൾ കടമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ഫണ്ടായിക്കോട്ടെ, അത് നിങ്ങൾ തിരികെ കിട്ടില്ലെന്ന് ഉറപ്പാക്കിയതാണെങ്കിൽ പോലും നിങ്ങൾക്കത് തിരികെ ലഭിക്കും. പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ചിട്ടി, മറ്റ് നിക്ഷേപങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിന്നും വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ സംജാതമാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ തേടി വരുന്നത്. ഇനി ഈ 5 നക്ഷത്രക്കാരിൽ ഉൾപ്പെടുന്ന നാലാമത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രം. വ്യാഴത്തിൻ്റെ നക്ഷത്രമായ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ പഞ്ചമഹാപുരുഷ യോഗം ഒരു വരദാനമായിട്ടാണ് കടന്നു വരുന്നത്. വളരെയധികം കഴിവുകളുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇവർ ഈ വിശാഖ നക്ഷത്രക്കാർ. പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ജൂലൈ 10 മുതൽ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വർഷിക്കപ്പെടുകയുമാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും സ്വന്തമായിട്ടുള്ള ആശയങ്ങളും മറ്റുള്ളവരാൽ ഉറപ്പായിട്ടും അംഗീകരിക്കപ്പെടും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഒരു സുവർണ കാലഘട്ടമാണ്. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ഇതിൽ പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാനുള്ള യോഗം വ്യക്തമായി കാണുന്നുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇനി അനുഭവിക്കേണ്ടി വരില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇനി യാതൊരു തടസ്സവും കൂടാതെ നിറവേറാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. വിവാഹത്തിനായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ഉറപ്പായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനും ഈ പറഞ്ഞ ഈ ജൂലൈ 10 മുതൽ വളരെയധികം കാലം അനുകൂലമാണ്. ഇനി 5ാമത്തേതും അവസാനത്തേതുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം അത് ഉത്രാട നക്ഷത്രം. സൂര്യൻ്റെ മറ്റൊരു നക്ഷത്രമായ ഉത്രാട നക്ഷത്രക്കാർ വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്
നിങ്ങളുടെ മാനസികമായിട്ടുള്ള നില ഒന്ന് നോക്കുമ്പോൾ വളരെ ദുരിതപൂർണമായ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം വർദ്ധിച്ചു വരുന്ന കടങ്ങൾ എങ്ങനെ തീർക്കും, മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വേളയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പഞ്ചമഹാപുരുഷ യോഗം സിദ്ധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ 10 മുതൽ നിങ്ങൾക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പറയാൻ കാരണം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിസ റെഡിയാകും. മാത്രമല്ല അവിടെ വെച്ച്, അതായത് വിദേശത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ മികച്ച തൊഴിൽ ലഭിക്കുകയും സാമ്പത്തികമായി അതിനെ തുടർന്ന് വലിയൊരു നിലയിൽ നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. അസുഖങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ഒരു മോചനം നിങ്ങൾക്കുണ്ടായി കിട്ടും. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു സ്വന്തം വീട് എന്ന ആഗ്രഹം ഈ കാലയളവിലായിരിക്കും സഫലമായി കിട്ടുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചേരുന്ന ആ ഒരു അത്ഭുതകരമായ സമയമാണ് നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഇപ്പോഴിവിടെ ഈ പറഞ്ഞ അശ്വതി, കാർത്തിക, മകം, വിശാഖം, ഉത്രാടം എന്നീ 5 നക്ഷത്രക്കാർക്കാണ് ഈ ജൂലൈ 10 മുതൽ പഞ്ചമഹാപുരുഷ യോഗത്തിൻ്റെ ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, അതായത് ഗ്രഹങ്ങൾ എത്ര അനുകൂലമാണെങ്കിലും നമ്മുടെ പ്രവർത്തികൾ കൂടി നന്നായാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പൂർണ്ണ ഫലം നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരിക്കുക. അതിനോടൊപ്പം തന്നെ ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ വഴിക്ക് വഴി കൃത്യമായി ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം, അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഭാഗ്യം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. കഴിവതും നിത്യവും രാവിലെ കുളിച്ച് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.